നമസ്കാരം. രഞ്ജി ട്രോഫിയിൽ ചരിത്രം തിരുത്തിയ കുതിപ്പാണ് കേരളം കാഴ്ചവെച്ചത്. ആവേശ പോരാട്ടത്തിലൂടെയാണ് എഴുതിത്തള്ളപ്പെട്ട കേരളം ഇത്തവണ ഫൈനൽ സീറ്റ് നേടിയെടുത്തിരിക്കുന്നത്. വമ്പന്മാരായ ഗുജറാത്തിനോട് ശക്തമായ മത്സരം കാഴ്ചവെച്ചാണ് കേരളത്തിന്റെ ഫൈനൽ പ്രവേശനം. വിദർഭയുടെ വെല്ലുവിളിയും മറികടന്ന് കേരളം രഞ്ജി ട്രോഫി അലമാരയിൽ എത്തിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒറ്റയാൾ പ്രകടനങ്ങളെ ആശ്രയിക്കാതെ ടീം എന്ന നിലയിൽ പൊരുതാനും വിജയം നേടിയെടുക്കാനും കേരളത്തിന് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം കേരളത്തിന്റെ കിരീട പ്രതീക്ഷ സജീവമാക്കുന്നതുമാണ്. കേരളം ഫൈനൽ സീറ്റ് നേടിയതോടെ സഞ്ജു സാംസൺ ഫൈനലിൽ ഉണ്ടാകുമോ എന്നതാണ് ഇനിയിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ മാസം 26-നാണ് ഫൈനൽ പോരാട്ടം ആരംഭിക്കുന്നത്. നിലവിൽ കൈവിരലിന് പൊട്ടലേറ്റ സഞ്ജു വിശ്രമത്തിലാണുള്ളത്. വേഗത്തിൽ സുഖം പ്രാപിക്കുന്ന സഞ്ജു ഫിറ്റ്നസ് വീണ്ടെടുക്കുമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ സഞ്ജു സാംസൺ രഞ്ജി ട്രോഫി ഫൈനൽ കളിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. പക്ഷെ KCAക്ക് സഞ്ജുവിനെ ഫൈനൽ കളിപ്പിക്കാൻ താല്പര്യം ഇല്ല എന്നും നിലവിലെ കൂട്ടുകെട്ട് പൊളിക്കേണ്ടതില്ല എന്നുമാണ് നിലപാട്. IPLന് മുൻപ് ഫോം വീണ്ടെടുക്കാൻ സഞ്ജു സാംസൺ രഞ്ജി ട്രോഫി കളിക്കാൻ തയ്യാറെടുത്തിരുന്നു. ഇതിനിടെയാണ് പരിക്ക് താരത്തെ ബാധിച്ചിരിക്കുന്നത്. കൈവിരലിന് പൊട്ടലേറ്റെങ്കിലും IPL നഷ്ടമാകുന്ന തരത്തിലുള്ള വലിയ പൊട്ടലല്ല സഞ്ജുവിനേറ്റിരിക്കുന്നത്. ഇക്കാരണത്താൽ തന്നെ സഞ്ജു IPL കളിക്കുമെന്നത് ഉറപ്പാണ്. രഞ്ജി ട്രോഫി ഫൈനലിൽ സഞ്ജു സാംസനെ കളിപ്പിക്കുക എന്നത് കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ്. പരിക്കിന്റെ ഇടവേളയ്ക്ക് ശേഷം വരുന്ന സഞ്ജുവിന്റെ ഫിറ്റ്നസ് എത്രത്തോളം മികച്ചതാണെന്നും ഫോം എത്രത്തോളം ഉണ്ടാകുമെന്നതും കണ്ടറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ സഞ്ജുവിനെ കളിപ്പിക്കുക എന്നത് കേരളത്തെ സംബന്ധിച്ച വലിയ സാഹസികമായ കാര്യമാണ്. സഞ്ജു മികച്ച താരമാണ്. ഇന്ത്യക്കായി മികവ് കാട്ടുകയും കരാറിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മികച്ച ഫോമിൽ കളിക്കുന്ന കേരള ടീമിലേക്ക് ഇപ്പോൾ സഞ്ജുവിനെ കൊണ്ടുവരേണ്ട എന്നാണ് KCAയുടെ നിലപാട്. രഞ്ജി ട്രോഫി ഫൈനലിലെത്തിയ കേരള ടീമിലെ പല താരങ്ങളും സഞ്ജു സാംസന്റെ പിന്തുണയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു. മുഹമ്മദ് അസറുദ്ദീൻ സഞ്ജു വിളിച്ച് ഉപദേശങ്ങൾ നൽകുകയും ആത്മവിശ്വാസം നൽകുകയും ചെയ്തിരുന്നുവെന്നും വെളിപ്പെടുത്തിയിരുന്നു. സഞ്ജു ടീമിൽ ഇല്ല എങ്കിലും അദ്ദേഹം താരങ്ങൾക്ക് പിന്തുണയേകി സജീവമായി കൂടെ നിൽക്കുന്നുണ്ട്. മിക്ക താരങ്ങളുമായി സഞ്ജു ഫോണിൽ ബന്ധപ്പെടാറുണ്ട് എന്നും താരങ്ങൾ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഫൈനലിൽ സഞ്ജുവിനെ കളിപ്പിക്കുമ്പോൾ നിലവിലെ താരങ്ങളിൽ ഒരാളെ മാറ്റേണ്ടതായി വരും. നിലവിലെ വിജയ കൂട്ടുകെട്ട് പൊളിച്ച് സഞ്ജുവിനെ കളിപ്പിക്കുക എന്നത് ടീമിൽ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കൂടുതലായി വരുന്നത്. ഫൈനലിലേക്ക് എത്തിച്ച താരങ്ങളെ മാറ്റി സഞ്ജുവിനെ പെട്ടെന്ന് കളിപ്പിക്കുക എന്നത് ആ താരങ്ങളോട് കാട്ടുന്ന അനീതിയാകും. അതുകൊണ്ട് തന്നെ സഞ്ജു രഞ്ജി ട്രോഫി ഫൈനലിൽ ഉണ്ടാകില്ല എന്ന് തന്നെ ഉറപ്പിക്കാം. സഞ്ജു സാംസന്റെ നിലപാടുകളോട് ഇപ്പോഴും കടുത്ത അതൃപ്തിയാണ് KCAക്കുള്ളത്. സഞ്ജുവിനെ പിന്തുണച്ച് രംഗത്തെത്തിയ പലരും KCAയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പല തീരുമാനങ്ങളും എടുത്തിരുന്നു. ഇതിൽ KCAക്ക് കടുത്ത അതൃപ്തിയുമുണ്ട്. സഞ്ജു സാംസണ് പ്രത്യേക പരിഗണന നൽകാൻ KCA തയ്യാറല്ല. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് രഞ്ജി ട്രോഫി ഫൈനൽ കളിക്കുക എന്നത് യാതൊരു കാരണവശാലും നടക്കില്ല എന്ന് തന്നെ വിലയിരുത്താം.